ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനത്തിന് ഫാൻറ്റും കുപ്പായമാണ്. ഫാൻറ്റും കുപ്പായവും തമ്മിൽ അതിനകത്ത് അയൽക്കാണ് ഉണ്ടാവുക, ചെറിയൊരു ബന്ധം ഉണ്ടാവുള്ളൂ. ഇവര് തമ്മില്ല ആരും പറയും. ഫാൻറ്റും കുപ്പായവും തമ്മിൽ ഒരു നേരിയ ബന്ധം ഉണ്ടാവും. റുക്കോയിലേക്ക് പോയാൽ കുപ്പായം ഇങ്ങനെ അങ്ങോട്ട് കയറും, ട്രൗസർ ഇങ്ങനെ ഇറങ്ങും. റുക്കോയോടുകൂടെ എന്ത് ബാത്തിലായി? നിസ്കാരം ബാത്തിലായി. ഈ സമ്പ്രദായം പണ്ടില്ല. ബാക്ക് സീറ്റ് മറക്കാത്ത കുപ്പായല്ല, ഇന്ന് ബാക്ക് സീറ്റ് മറക്കണ കുപ്പായം ഔട്ടാണ്. ശരിയാണോ? അല്ലേ? ശരിയാണോ? അത് പറഞ്ഞിട്ടേ ബാക്കിയത് പറയുള്ളൂ. ബാക്ക് സീറ്റ് മറക്കുന്ന കുപ്പായം ഇന്ന് ഔട്ടാണ്. ബാക്ക് സീറ്റ് മറക്കാത്ത കുപ്പായത്തിൻ്റെ പ്രശ്നം എന്താ? വേറെയുള്ള സമുദായക്കാർക്ക് പറ്റുമ്പോൾ നമുക്ക് പറ്റൂല. നമുക്ക് നിസ്കാരത്തിൽ റുക്കോയും സുജൂദും ഉണ്ട്, അവർക്കതില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? റുക്കോ ചെയ്താൽ കുപ്പായം മേലെ കയറും, ട്രൗസർ താഴ്ത്തുകയും. സുജൂദോ പറയും വേണ്ട, സുജൂദിൽ ഒന്നും കൂടിയും വളയും. അപ്പോൾ എന്തുണ്ടാകുമെന്നറിയോ? സുജൂദിലെത്തിയാൽ നിസ്കാരം ബാത്തിലാവും, റുക്കോയിലെത്തിയാൽ നിസ്കാരം ബാത്തിലാവും, സുജൂദിൽ ഉറപ്പായി ബാത്തിലാവും. അപ്പോൾ അധികരിച്ച് വേണ്ടത് അധികരിച്ചില്ല. എന്താ അധികരിച്ച് വേണ്ടത്? തുണിശീല കുറച്ചും കൂടി കൂട്ടുക, വെള്ളം കുറക്കുക, കുറക്കണ്ടോടത്ത് കൂട്ടി, കൂട്ടണ്ടോടത്ത് കുറച്ച്. നിങ്ങൾ ഇതിൻ്റെ കൂടെ അല്ല, മനസ്സിലായോ? കുറക്കണ്ടടുത്ത് കൂട്ടി. ഏതാ കുറക്കേണ്ട സ്ഥലം? വെള്ളം കുറക്കേണ്ടതാണ്, അവിടെ കൂട്ടി. കുപ്പായം എന്ത് ചെയ്യണം? കൂട്ടണം, ചന്തി മറയണം. ചന്തി മറയാത്ത കുപ്പായം റുക്കൂഇൽ സുജൂദിൽ ഉപകരിക്കുകയില്ല. ചിലപ്പോൾ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ശുദ്ധല്ല. നമ്മളെ വ്യക്തി ജീവിതം തന്നെ എടുത്തൊക്കെ എത്ര അബദ്ധങ്ങളാ സംഭവിച്ചത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ എടുത്തോക്ക്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിയാൽ ആ വ്യക്തി ഉള്ള ആ സ്ഥലങ്ങളിൽ ബറക്കത്തുണ്ടാവുകയില്ല. ആ വ്യക്തിക്ക് മാത്രമല്ല, ആ മജ്‌ലിസിൽ ബറക്കത്തുണ്ടാവൂല. ഉറങ്ങാതിരിക്ക്. അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദുആ തുടങ്ങുന്നതിന് മുമ്പ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞെരിയാണിക്ക് താഴെ വസ്ത്രമാക്കിയവരെ ഒന്നിക്കൊരിക്കൽ എണീറ്റ് എന്നിട്ട് വസ്ത്രം ഉയർത്തണം, അല്ലെങ്കിൽ മജ്‌ലിസിൽ എണീറ്റ് വേണം. ഞാൻ കേട്ടിട്ടുണ്ട്. എന്തേ? അവൻ അവിടെ ഇരുന്നാൽ ആരിറങ്ങൂല? റഹ്മത്തിന്റെ മൽക്കൾ ഇറങ്ങൂല. ഇവിടെ കൂട്ടേണ്ടത് കുറച്ച്, ഇവിടെ കുറക്കേണ്ടത് കൂട്ടി. സത്യത്തിൽ ആ കുറച്ച് തുണി, ബാക്കിയുള്ള തുണി ഇവിടെയല്ല കളയേണ്ടത്. എവിടെയാ പറയടോ? അത് കളയേണ്ടത് എവിടെയാ? ഇവിടെയാണ്. ഇവിടെ കളയേണ്ടടുത്ത് ഇവിടെ കളയില്ല. പിന്നെ എവിടെ കളയും? ഇവിടെ. അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിം നമ്മളെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉള്ളറകൾ അറിയുന്ന പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. അള്ളാഹു അടുത്ത ദറജേറ്റി കൊടുക്കട്ടെ. അവർ പ്രസംഗിക്കുന്ന വേദിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പങ്കെടുക്കുന്ന സദസ്സിൽ വരെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞെരിയാണിക്ക് താഴെ വസ്ത്രമാക്കിയവരെ ഒന്നിരിക്കൽ വസ്ത്രം ഉയർത്തണം, അല്ലെങ്കിൽ ഒരു മജ്‌ലിസിൽ നിന്ന് എണീറ്റ് പോകണം. ثلاث لا ينظر إليهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. 3 വിഭാഗം ആളുകളുണ്ട്. ആ ആളുകളോട് അല്ലാഹു മഹ്ശറിൽ മിണ്ടൂല, നല്ല ഒരു സന്തോഷ നോട്ടം നോക്കൂല. അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് വിധിക്കുക. അങ്ങനെ 3 വിഭാഗമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ശിക്ഷ ഉറപ്പായ 3 വിഭാഗം ആരാണ് നബിയേ? ഹബീബ് പറഞ്ഞു, അൽ മുസ്ബിലു, ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിക്കുന്നവനാണ്.
ചിന്തിക്ക്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽമന്നാനു, ഒരു സ്വതക്ക ചെയ്തിട്ട് പിന്നെ സാധുവിനെ ദ്രോഹിക്കുന്ന രൂപത്തിൽ എടുത്തു പറയുന്നവനാണ്. കള്ളസത്യം ചെയ്തിട്ട് ചരക്ക് വിൽക്കുന്നവനുമാണ്. 3 വിഭാഗം ആളുകളോട് അല്ലാഹു മിണ്ടൂല, നല്ല നോട്ടം നോക്കുകയും ഇല്ല. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടാവും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഈ 3 കൂട്ടർ ആരാണ്? ഹബീബായ നബി പറഞ്ഞു, ആരൊക്കെയാ 3 കൂട്ടര്? 1, ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിക്കുന്നവര്. 2, ഒരു സ്വതക്ക കൊടുത്തിട്ട് പിന്നെ അത് വിളിച്ചു പറയാം, കുടുങ്ങിയോടുത്തൊരുത്തം വന്നു, അപ്പൊ ഒന്ന് സഹായിച്ചു. പിന്നെ ഒരു മജ്‌ലിസ് കൂടുമ്പോൾ ഇപ്പം അങ്ങനെ ചെന്ന ആളാണ്ട, ഇതൊക്കെ കുടുങ്ങിയപ്പോൾ ഞാനല്ലേ സഹായിച്ചതെന്ന് പറയാം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? അത് 2. 3 കള്ളസത്യം ചെയ്ത് ചരക്ക് വിൽപ്പന നടത്തുക. വല്ലാഹി വല്ലാഹി എന്ന് പറയാ, ചരക്ക് വെക്കുക, കള്ളസത്യം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ 3 വിഭാഗത്തിനും മഹ്ശറിൽ അള്ളാഹു പുറത്തു കൊടുക്കില്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് 3 അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇതിലിപ്പോൾ വളരെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഏത്? ഞെരിയാണിക്ക് താഴെ വസ്ത്രം ശ്രദ്ധിക്കൂല. അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ശ്രദ്ധയില്ല. ചിന്തിക്ക്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്ക്. ഒരു കാലത്ത് മലയാളികൾക്ക് ആവോളം ഉണ്ടായിരുന്നതും ഇന്ന് മലയാളിക്കില്ലാത്ത ശ്രദ്ധയില്ലാത്തതുമായ ഒരു കാര്യം കൂടി പറയാ, മാഞ്ഞു പോകുന്ന സുഹൃതങ്ങൾ. ഇന്ന് മറ്റു ചില നാടുകളിലൊക്കെ കാണാം. നിങ്ങൾ കീളക്കരയിലോ ഏർപ്പാടിയിലോ മദ്രാസിലെ വലിയ ജുമാഅത്ത് പള്ളി കയറി നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ നിങ്ങളെ തലയിൽ മുണ്ടില്ലെങ്കിൽ തൊപ്പില്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഇടയിൽ അവർ കൊണ്ടുവന്ന് കൗത്തും. ബാംഗ്ലൂരിൽ പള്ളി കയറി നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ തലയിൽ ഇട്ടിട്ടില്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന് കമഴ്ത്തും. ഇതൊരു കാലത്ത് ആവോളം മലയാളക്കരയിൽ ഉണ്ടായിരുന്നു. തല മറക്കാതെ നിസ്കരിക്കുകയില്ല. 23 കൊല്ലക്കാലം തല മറക്കാത്തൊരവസ്ഥ ഹബീബായ മുത്തുനബിക്ക് ഇല്ല. മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇന്ന് മലയാളിക്ക് ശ്രദ്ധയില്ല. ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചാലോ അതൊരു കുറ്റമാണ്. ഉദാഹരണം പറയാം. ഇപ്പൊ ആർക്കും ആരെയും തുടരുന്ന ഒരു കാല. നമ്മൾ ഒരു യാത്രയിൽ ഒരു പള്ളിയിൽ കയറി സങ്കല്പിക്കുക, മകരി നിസ്കാരം കഴിഞ്ഞു, അപ്പോൾ ഇത്തന്നെ അവിടെ നിസ്കരിക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യം വേഗം കയറിയോ ഓനാണ് തോണ്ടും, ലോക് പറയും. ഓന് ദുഃഖവും സുഖമൊന്നും ഇല്ലാത്തവനാണെന്ന കണക്കൊന്നും പടില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, ഈ ജാതി അതിനാ താലിലൊക്കെ ഇല്ല ഉള്ള കുപ്പായം തുണി ഇട്ടവനായിരിക്കാം ചിലപ്പോൾ ഈ നിൽക്കുന്നത്. ആരും തോണ്ടണ കാലാത്. ഞാൻ അപ്പുറത്തൊരു മൂലയിൽ ഔദങ്കാരിയിലുണ്ട്, കാത്തിക്കാൻ നേരമല്ല. എന്നിട്ട് ഇവര് നിസ്കരിക്കും. എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ മാസം വരെ ഈ മാസം ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനീ പറയുന്നത്. ഈ മാസം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ യാത്രക്കാരാവും. അപ്പോൾ യാത്രയിൽ പള്ളി, അപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു, പള്ളി കയറിയപ്പോൾ അടുത്തൊരാളെ തോണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ തോണ്ടിയപ്പോൾ ഇവൻ എന്തായി, ഒരാൾ മൗമമായി ഒരാൾ ഇമാമായി. അവന് തലയിലില്ല. ഒരുത്തൻ തോണ്ടി ബാക്കിൽ നിൽക്കണ്ട, അപ്പം മറ്റോനോടെ മറ്റോനും നിന്ന്. അപ്പോൾ ഒരു 3-4 ആൾ കഴിയും. അതെന്തായി? ജമാഅത്തായി. ഇനി നമ്മൾ നേരെ കയറി വന്നാൽ ഓർക്ക് വാജിബാണ് എന്ത്? നമ്മളതിൽ കൂടിയിരിക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. വേഗം ചോദിച്ചാൽ ഓ മുസ്ലിം അല്ലേ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മുസ്ലിമിനൊക്കെ തുടരാൻ പറ്റുമെങ്കിൽ ആ പള്ളി മൂല്യരെ തന്നെ നിർത്തേണ്ട ആവശ്യം എന്താ? കൊണ്ടോട്ടെ, എങ്ങാടിക്കണം, ഇറങ്ങിക്കെങ്ങായി പണിയില്ലാത്ത എത്ര ആളുണ്ട്, എന്നാ കയറ്റിക്കൂട്. ഒരു ബോധമില്ല. ഞാൻ ഇവിടെ അടുത്ത ഒരു പള്ളിയിൽ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കാത്തു നിൽക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? നമുക്കവിടെ വേറെ ജമാഅത്ത് നടത്താൻ പറ്റൂല.
ഇവരെ മാറ്റം തുടങ്ങിയിട്ടുള്ളൂ. ആ മുന്നിൽ നിൽക്കണവനെ അരക്കായി കൊറ്റില്ല എന്നറിയാം. ഓൻ്റെ തല ഒരു ചിന്ത ഒരു തുണിക്കഷ്ണമില്ല. ഇങ്ങനത്തെ ഒരുത്തൻ്റെ ഫാത്തിഹ സൂറത്ത് ശരിയാവുമെന്ന് നമുക്ക് ഉറപ്പില്ല. മനസ്സിലായില്ല? ഫാത്തിഹ സൂറത്ത് ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം പോയി. അവൻ്റെ നിസ്കാരം പോയിട്ടാൽ നമ്മളെ നിസ്കാരം പോയി കഴിഞ്ഞാൽ മൗമൂമിന് ഫാത്തിഹ ശരിയായിട്ട് കഴിയല്ല. ആരുടെ ശരിയാകണം? പാറി മനുഷ്യന്മാരെ കൊക്ക തോണ്ടിക്കോ, തോണ്ടടാ, പോയിട്ട് തോണ്ടടാ എല്ലാരും. പൊക്കെ തോണ്ടുക. മുമ്പ് ശ്രീരാമൻ ലങ്ക ദാനകാലത്ത് അണ്ണാരക്കണ്ണനെ തോണ്ടിയിട്ടാണ് അണ്ണാൻ്റെ പുറത്ത് വരവുണ്ടായത്. എൻ്റെ മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതുപോലെ തോണ്ടിക്കൂട് ഒക്കെ. അപ്പം തോണ്ടണ കാല ഒരുത്തൻ നിസ്കരിക്കാണ്ട തോണ്ടി. ഓനെ നിസ്കരിക്കാൻ അറിയോ അല്ലേ? ഇനി ഒരുത്തൻ അവിടെ കുന്തം പോലെ നിന്ന് കൈയുണ്ടെങ്കിൽ കിട്ടണ അവനെ തോണ്ടേണ്ട ആവശ്യമുണ്ടാ. ഫാത്തിഹ സൂറത്ത് ഒരുത്തന് ശരിയായോന്ന് ഏകദേശം ആവറേജ് കോലം കണ്ടാൽ തിരിയല്ലേ നമുക്ക്. ബാക്കിയൊക്കെ ആയാലല്ലോ. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവരെ കോലം കണ്ടാൽ നമുക്ക് തിരിയല്ലോ. ഫാത്തിഹ സൂറത്തൊക്കെ ലെവലാകും. അതിൽ ക്ലിയർ ആകാത്തവനില്ല. ഫാത്തിഹ ശരിയായിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം ശരിയല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ അവിടെ നിന്ന് ഇവിടെ അടുത്തൊരു പള്ളി പിന്നെ വരെ നിസ്കാരം കഴിഞ്ഞവരെ. കാരണം അവിടെ പവത്തെ പള്ളിയിലുള്ള മുഴുവൻ ദഹിക്കണം പോലെ നമ്മൾ നോക്കുകയാണ്. പിന്നെ അവിടെ കാത്തിക്കേണ്ടി വന്നു. കാത്തു നിന്നാലേ എന്തേ അവിടെ തലയിലൊന്നും ഇടാതെ ഒരുത്തനി ഇമാമായിട്ട് ബാക്കിയുള്ളത് മൗമൂമ. നമ്മളവിടെ മൗമൂമിനെ തുടരണം. നിങ്ങളെന്ത് മൂല്യരാണ്? മുസ്ലിമല്ലേ? ഇപ്പം മുസ്ലിമെയൊക്കെ നമുക്ക് തുടർന്നോളെന്നാ അപ്പം എല്ലാവരും പറയുന്നത്. അങ്ങനെ എന്തിനോ ഈ ഷർത്ത് വെച്ചു ഫാത്തിഹ സഹിയാകണമെന്ന്? ഒരദബുമില്ല. ഒരദബിനെ സൂക്ഷിക്കുക എന്നുള്ള പരിപാടി തന്നെയല്ല. പണ്ട് കാലത്ത് ഇതൊന്നും സൂക്ഷ്മതല്ലാത്ത ചില സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം സുന്നിയക്കും ആ സോക്കേട് തുടങ്ങി എന്നുള്ളത് ആ പരിതാപകരം. മനസ്സിലായില്ല? ഒരു തലയിലൊന്നും ഇടാത്തൊരു മനുഷ്യനെ തുടരാതിരിക്കുക എന്നുള്ള സമ്പ്രദായം ഇവിടെ പണ്ട് പലർക്കും ഉണ്ടായിരുന്നു. അവർക്ക് ഇപ്പോഴും ഇല്ല. പറയുന്നത് മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? സുന്നികൾ തലയിലിടാത്ത, നമ്മൾ തലയിലിട്ടില്ലെങ്കിലും തലയിലിടാത്തവനെ തുടരൂല. ഇപ്പൊ ആ അവസ്ഥ മാറി. എന്ത്? ആരാണോ നിൽക്കണ കൈയ്യട്ടിയത് മന്ദ തുടരുക. നിസ്കാരം ഞാൻ എന്തായാലും വേണ്ടില്ല. നിസ്കാരം ഞാൻ സ്വീകരിച്ചോ നടക്കൊന്നുമില്ല.